ഇവന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ഇന്ന് ഏറമ്മും കിഷ്കിന്ദ കണ്ട പറഞ്ഞത് നാളെ കൊണ്ടലും ബാഡ് ബോയ്സ് ഒന്നും പറയാനില്ല. കാരണം വെച്ചാ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ലിസ്റ്റിന്റെ പടമുണ്ട്. ലിസ്റ്റിനാണ് ഏറം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോഫിയ പോളിന്റെ അടുത്ത പടം ഞാൻ അഭിനയിക്കുന്നത്, അത് കൊണ്ടൽ അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ബാഡ് ബോയ്സ് ഷീൽ ചേച്ചിയുടെ പടം. ആരെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും പ്രതീക്ഷിക്കണ്ട. കാരണം ഇവർക്ക് അടുത്ത പടമുണ്ട്. അപ്പോ എന്തായാലും വിഷുവിനൊരു പടം ഉണ്ടായിരുന്നു, ഓണത്തിനൊരു റിലീസ് ഉണ്ട്. എല്ലാ പടം ഓടട്ടെ. അതെന്താ ബാഡ് ബോയ്സ് സിനിമയുടെ നിർമ്മാതാവ് ചേച്ചി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടു കണ്ടു കണ്ടു. അതില് ഇപ്പൊ പെപ്പയാണെങ്കിലും അതുപോലെ തന്നെ ടോവിനോ ആണെങ്കിലും ആസിഫ് ആണെങ്കിലും 3 പേര് ഒരുമിച്ച് അങ്ങനെ സെൽഫി എടുത്ത് അതൊരു പവർ ഗ്രൂപ്പ് ആവും. എന്താണ് ചെയ്യുന്നത്? അല്ല, എനിക്കത് ഞാൻ ഇന്ന് ഇവന് കാണിച്ചാന്ന്, ഇപ്പൊ വരുന്ന വഴിക്കാ കാണിച്ചാണ്. അത് എന്താണ് അവരുടെ ഇന്റർവ്യൂ എന്താണെന്നോ എന്തിനെ പറ്റിയാണെന്നോ എനിക്കറിയില്ല. അവരുടെ ഈ പെപ്പയും ടോയും അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഇവൻ കാണിച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായോ അവര് എല്ലാരും കൂടെ. ഒരു ഫോട്ടോ ഇട്ടു എന്നുള്ളതാണ് ഷിലു വ്യക്തമാക്കുന്നത്. അത് അവരുടെ ചിത്രങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വന്ന ആരോപണം. ബാക്കി ചിത്രങ്ങളെ തഴഞ്ഞു, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്നില്ല, അവരെ തഴഞ്ഞു എന്നുള്ള രീതിയിലാണ് ചോദ്യം വരുന്നത്. അത് എനിക്ക് അതിനെ കുറിച്ച് ഞാൻ ആ സംഭവം എനിക്കെന്താ സംഭവം ഒന്നും പിടിയിട്ടില്ല. ഇപ്പൊ വരുന്ന വഴിക്കാ കാണിച്ചതാ മാത്രമേ. ഷീൽ ചേച്ചിനോട് ചോദിക്കട്ടെ, ഷീൽ ചേച്ചിക്ക് വിഷമിച്ച് ഇതും കാരണം കാണുമല്ലോ. മാനസിക വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് ആ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത്. പോസ്റ്റർ കാണിച്ചത്. പക്ഷെ എനിക്ക് എന്താണ് സാഹചര്യം, എന്താണ് അവര് അങ്ങനെ ഒരാള് എല്ലാ സിനിമകളും ഓടണം എന്നുള്ളത്. പിന്നെ ഇവരൊക്കെ ലിസ്റ്റിന്റെ പടമാണ് ഏറം. ലിസ്റ്റിനാണ് ബാഡ് ബോയ്സിന്റെ ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി വന്നത്. അവരൊക്കെ അടുത്തറിയുന്ന ആൾക്കാരല്ല. അപ്പൊ അവര് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള, അങ്ങനെ മനഃപൂർവ്വം തഴയ അങ്ങനത്തെ ഒരു സാധനമൊന്നും ആരും ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ചേച്ചിക്ക് അതെന്താ വിഷമം ഉണ്ടാക്കിയത് ചേച്ചിനോട് തന്നെ ഞാൻ ചോദിക്കണം. എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയില്ല. ഞാൻ പറഞ്ഞ നമുക്ക് പറഞ്ഞ പോലെ സോഫിയ ചേച്ചി നമുക്കെല്ലാരും ബന്ധപ്പെട്ട ആൾക്കാരല്ലേ. പിന്നെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം, ഈ ഒരു ഹേമ കമ്മിറ്റി പരിപാടിയുടെ ശേഷം വീണ്ടും ഒരു സിനിമ ഓണക്കാലത്ത് സിനിമ ഓടേണ്ടതും ആവശ്യമാണ്. വളരെ വളരെ അത്യാവശ്യമാണ്. പ്രതിസന്ധി നീങ്ങുമ്പോൾ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെ എല്ലാ സുഹൃത്താണ് ഇങ്ങനെ ഒരു വ്യാജ ആരോപണത്തിൽ കൊടുക്കുന്നു. അദ്ദേഹം മീഡിയക്ക് മുമ്പിൽ വന്ന് വ്യക്തമാക്കുന്നു താൻ നിരപരാധിയാണ്. താങ്കളുടെ ചേട്ടനാണ് ആദ്യം തന്നെ സിനിമ മേഖലയിൽ പിന്തുണച്ച ഒരാൾ. അപ്പോൾ അത് ഏകദേശം പൊതുജനങ്ങൾക്ക് വ്യക്തമാകുന്ന ഇതൊരു ഫേക്ക് സംവിധാനമാണെന്ന്. എന്താണ് ധ്യാൻ ചേട്ടൻ ആ ഒരു വിഷയം? ഫേക്കാന്നത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മള് തിരിച്ച് അവർക്കെതിരെ നിവിൻ കേസ് കൊടുത്തോ? ഇല്ല. കേസ് കൊടുത്തോ? ഇല്ല. അല്ല, അങ്ങനെ ഫേക്ക് അലിഗേഷൻ വരുന്ന ആൾക്കാർക്കെതിരെ നടപടി എടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ആ സമയത്ത് അനുഭവിച്ചൊരു മാനസിക സമ്മർദ്ദം, അല്ലെങ്കിൽ കുടുംബത്തില്, അല്ലെങ്കിൽ ഒരു നിമിഷം ആൾക്കാരൊക്കെ ആ വാർത്ത വരുന്ന സമയത്ത് നമ്മളും വളരെ ഞെട്ടലോടുകൂടിയാണ്. നമുക്കറിയാം പുള്ളി ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം പുള്ളിയുടെ ഭാഗത്ത് തെറ്റുണ്ടാവില്ല, സംഭവിക്കില്ല എന്നൊക്കെ. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ വെറുതെ ഒരു സ്ത്രീ ഇത് പറയൂ, എന്താണ് സംഭവം, അതിന്റെ പുറത്തുള്ളൊരു സംഭവം നമുക്കൊരു പിടിയില്ല. അപ്പോ ഒരു സെക്കൻഡ് നമ്മള് ഇത് എവിടെ നിന്നാണ് ഇത് പൊട്ടിപ്പുറപ്പെടുന്നത്, ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കൊരു അറിയാത്തൊരവസ്ഥയുണ്ട്. പക്ഷെ അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള ആൾക്കാരെ പലരും മീഡിയയുടെ മുന്നിൽ അഡ്രസ് ചെയ്യാനൊന്നും വന്നില്ല. ചേട്ടൻ അത് കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ് ചെയ്ത് അത് ഫേക്കാണെന്ന് അത് തെളിയിച്ചു എന്ന് തന്നെ പറയാം. കാരണം പുള്ളി അവരെ അറിയില്ല എന്ന് മാത്രമല്ല, അതിനെ ബന്ധപ്പെട്ട് അവര് പറഞ്ഞ ഡേറ്റ് 14-15 തീയതി ഞങ്ങൾക്ക് അന്ന് ഷൂട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീയതി പിന്നെ അവര് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എല്ലാം വാസ്തവരുതല്ലേ. അപ്പൊ എന്താ സംഭവിച്ചാൽ ഇങ്ങനെയുള്ള കേസുകൾ പ്രധാനമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും ഇതിന്റെ പുറത്തൊരു സെറ്റിൽമെന്റ് നടക്കും. എന്നുവെച്ചാൽ കാരണം ഇങ്ങനെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, കേസായി കഴിഞ്ഞാൽ ഇത് പുറത്ത് സെറ്റിൽമെന്റ് നടക്കുകയും അപ്പൊ അതിലൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഒരു സാമ്പത്തികം ഉണ്ടാക്കാന്നുള്ള ചിന്തയായിരിക്കും ഇവരെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിക്കുന്നുണ്ടോ. മുകേഷ് ചേട്ടനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഇതുപോലെ തന്നെ പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു. ഇന്നും ആ ലേഡി പറയുന്നു അത് സൗഹൃദം കൊണ്ട് മകന് ജോലിക്ക് അവസരം കിട്ടുമെന്നൊക്കെ കൊണ്ട് പറയാതിരുന്നതാണ്. പക്ഷെ മുകേഷ് ചേട്ടൻ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് ഇവരയച്ച മെസ്സേജ് ബ്ലാക്ക് മെയിലിംഗ്. അപ്പൊ ഇതൊരു വലിയൊരു അലിഗേഷൻ അല്ലേ നടത്തുന്നത്? അതാ പറഞ്ഞ ഇപ്പൊ നിവിന്റെ കേസിൽ ഇവര് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ നമുക്കതിലൊരു എല്ലാവർക്കും തോന്നി ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്ന്. പക്ഷെ ബാക്കിയുള്ള കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല.
കംപ്ലീറ്റ്ലി ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് നമുക്ക് അറിയാത്തിടത്തോളം മറ്റേത് ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ പാളി. പക്ഷെ പാളാതെ കറക്റ്റായിട്ട് വന്നിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും ഇത് എങ്ങനെ തെളിയിക്കും ഇത് ഫേക്ക് ആണ് അല്ലയോ എന്നുള്ളതൊന്നും കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞോണ്ടിരിക്കും. അപ്പോ ഇത് ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി അവര് പറയുന്നത് വിശ്വസിക്കുക, അവര് പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക. കാരണം ഒരു പെൺകുട്ടി വന്നിട്ട് അവർക്കെതിരെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളും നമ്മളും ഉൾപ്പെടെ നമുക്കൊക്കെ വിശ്വസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം വേറെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അവർക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ തെളിവ് വേണം. തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത് കോടതിയിൽ പോയത് തെളിവുള്ളൂ. തെളിവുണ്ടെങ്കിൽ മാത്രമല്ലേ നടപടി ഉണ്ടാവുള്ളൂ. അപ്പം തെളിയിക്കാനുള്ള എന്താ പറയണ്ടത്, അതിന് തെളിവെടുപ്പ് നടന്നു, പരിപാടി നടക്കുന്നു. അത് തെളിവുണ്ടാവട്ടെ, തെളിവുണ്ടായാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇതെന്നും എലിഗേഷൻ മാത്രമായിട്ട് നിലനിൽക്കും, വേറെ ഒരു കാര്യമില്ല. ഇതിന്റെ കേസിൽ കംപ്ലീറ്റ്ലി ഇത് ഫേക്ക് ആണെന്നുള്ളത് അവരുടെ സംസാരത്തിലും അല്ലെങ്കിൽ ബാക്കി എല്ലാം പരസ്പരം വിരുദ്ധമായിരുന്നു. എല്ലാം പിന്നെ ചേട്ടാ, നിവിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നിവിൻ ചേട്ടൻ നേരിട്ടതുപോലെ ആയിരിക്കും ചേട്ടൻ വരുന്നത്. ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാല് നിയമപരമായിട്ട് പോവും, കായികപരമായിട്ട് പോവും. നിയമപരമായിട്ട് കായികപരമായിട്ട് ഇവരെയൊക്കെ കൊണ്ട് ഞാൻ പോയി തല്ലിപ്പിക്കണോ? നേരിട്ട് അവ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു സ്റ്റാൻഡേർഡുള്ള ചോദ്യം ചേട്ടനെന്ത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇതുപോലത്തെ ചോദ്യം എനിക്ക് നിന്നോട് ചോദിച്ചു. നീയാണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് ചോദിച്ചോളൂ. നീ എന്തിനാ എന്നെ വെറുതെ എനിക്ക് വന്നാൽ ഞാൻ ആദ്യം പോയി അടി കൊടുക്കും, എന്നിട്ട് ഞാൻ പോയി കേസ് കൊടുക്കും. ആണോ? ഞാൻ അതെ, നമ്മൾ ആദ്യം കായികരമായ നേരിടേണ്ടപ്പോ ആണോ? എന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം എങ്ങനെയാണ്? ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകും. ചേട്ടാ, ഇപ്പൊ വിനീതേട്ടനായിരുന്നു കൂട്ടുകാരന് വേണ്ടിട്ട് വന്നത്. ഞാൻ ചേട്ടന് എത്രമാത്രം വിശ്വാസമുണ്ട് വിനീതേട്ട ഇതുപോലെ വന്നിട്ട് സപ്പോർട്ട് ചെയ്യും? അതിന് നമ്മള് ഇത് സംഭവം, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോഹൻലാലായിട്ട് എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിക്കുന്ന പോലെയുള്ള എന്ത് ചോദ്യമൊക്കെ അങ്ങനെ നമ്മള് പ്രതീക്ഷിക്കാത്ത ആളുകളാണ് ഇപ്പൊ അലിഗേഷൻ വന്നോണ്ടിരിക്കുന്നത്. അപ്പം നാളെ ഒരാൾ ധ്യാൻ ചേട്ടന്റെ പേര് പറഞ്ഞൂടാ എന്നില്ലല്ലോ. അപ്പൊ നമ്മൾ ഇപ്പോഴേ ഒരു പ്രിക്കോഷൻ എടുത്ത് വെക്കണ്ടേ? എന്ത് ചെയ്യണം? ചാല പൊട്ടിക്കും. ഇതെന്താ സംഭവം പറ്റുമെന്ന് അറിയാമോ? നീ ഇങ്ങനെ ചോദിക്കുമ്പോ എന്നോട് പ്രത്യേകിച്ച് ചോദിക്കുമ്പോ ഇല്ല, നിനക്കോടുള്ള എല്ലാ തരം കിട്ടുക. എങ്ങനെയെങ്കിലും ഫേമസ് ആകണമെന്നാണോ? അവൻ അറ്റ്ലീസ്റ്റ് വളരെ ബുദ്ധിപരമായിട്ട് അവൻ പല അവൻ ഇടക്കിടക്ക് വന്ന് കാണാറുണ്ട്. അവൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നല്ലേ, കൊച്ചിയിലുണ്ടല്ലേ. ഇത് കൂട്ടേണ്ടി വരും. ഇങ്ങനെ ചോദിച്ചതിന് നിന്നെ ഞാൻ കായികമായ നേരിടണോ? എന്നെ ഇല്ലാത്ത എന്നെ പിടിച്ചിട്ട് ഇതുപോലത്തേക്ക് വിളിച്ചു. ഇല്ലാത്ത കാര്യം എങ്ങനെ വരിക? അത് വരുമ്പോ ആലോചിച്ചാ പോരെ. പിന്നെ നിയമപരമായിട്ട് പോയി ഒരാളെ തല്ലാനോ വിളിക്കാനോ കാര്യമുണ്ടോ? നമുക്ക് നിയമപരമായിട്ടല്ലേ പോകാൻ പറ്റൂ. ഞാനിപ്പോ കായികപരമായ പോവാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവര് വേറെ കേസ് എടുക്കൂല്ലേ? കൈ ഷൂട്ടിനിടയില് ലുക്മാൻ എവിടെന്നെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവൻ ചവിട്ടിയപ്പോ ഞാൻ തെറിച്ചു പോയി, കൈ കുത്തി വീണപ്പോ റിസ്റ്റ് പൊട്ടി. CT സ്കാൻ എടുത്തപ്പോ ഒരു സർജറി വേണമെന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ പ്ലേറ്റ് ഇട്ടിട്ട് ഇപ്പൊ 4-5 ദിവസം കഴിഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി ഏതാണെന്നറിയാമോ? എനിക്കതറിയണ്ട. എനിക്ക് ഇതിന്റെ ഇഷ്ടങ്ങളെ കുറിച്ച് എന്തിനാ ഞാൻ അറിയണം? ഞങ്ങളുടെ എല്ലാവരും നിന്റെ കാര്യം പറഞ്ഞാണോ? ഇതെന്താണോ ഒരു മാന്യതയില്ലാത്ത ചോദ്യം? ഒരേ മുഖം എന്നുള്ള മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടർ അടിപൊളി ക്യാരക്ടറായിരുന്നു. അത്രയും ശക്തമായ ഒരു ക്യാരക്ടർ നീ എഴുതി കൊണ്ടുത്താ ഞാൻ ചെയ്യാ. ശക്തമായിട്ടുള്ള ക്യാരക്ടർ ആരും കൊണ്ടു തരണ്ട. ഇതൊക്കെ കഴിഞ്ഞ നീ മാത്രമേ ഉള്ളൂ, വേറെ ഒരാൾക്കൊരു ചോദ്യം ചോദിക്കാൻ.